അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവസാനത്തെ വീഡിയോ അത്യാവശ്യം 1500 ലൈക്ക് എന്ന് പറയുന്നത് വ്യൂസ് എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് സഹായിച്ച എല്ലാവർക്കും ഫസ്റ്റ് തന്നെ നന്ദി. പിന്നെ ചെറിയ മാറ്റങ്ങളെല്ലാം ഉണ്ടല്ലോ. ഇത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ മുടി മുറിക്കാൻ പോയിന് ഒരു ബംഗാളിയാടുള്ളത്. അപ്പോൾ മൂപ്പര് പറഞ്ഞിട്ടൊന്നും മനസ്സിലായില്ല. എനിക്കാണ് ഹിന്ദി അറിയില്ല, ഓനിക്കാണ് ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ ഇംഗ്ലീഷിൽ ഭയങ്കര അല്ലല്ല അത്യാവശ്യം കുറച്ച് തോട ഇംഗ്ലീഷാണ്. പിന്നെ അപ്പോൾ ഓനിക്ക് ഞാൻ ഹർദിക് പാണ്ഡ്യൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞ് ഇതുപോലെ ആക്കിയാൽ മതി. ഹർദിക് പാണ്ഡ്യ നിങ്ങൾക്ക് അറിയാമല്ലേ, ക്രിക്കറ്റ് പ്ലെയർ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവന് ഭയങ്കര ലുക്ക് കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഓന് അങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഓന് ഇങ്ങനെയാക്കി വെച്ചാണ്. ഹർദിക് പാണ്ഡ്യ ആയിട്ടില്ലെങ്കിലും ഒരു ഈമാനെല്ലാം വന്നിരുന്നു പറഞ്ഞത് കണ്ട കുറച്ച് ആൾക്കാർ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർ എന്നോട് ചോദിച്ചിട്ടൊന്നുമില്ല, കുറച്ച് ആൾക്കാർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നല്ല ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ പ്രൊഫഷണൽസ് എന്നല്ല പറയുന്നത്. പിന്നെ ബ്രോ ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു 1,00,000 താഴെയുള്ള കുറച്ച് ക്യാമറ സജസ്റ്റ് ചെയ്യും. അപ്പോൾ ദ ബെസ്റ്റ് ക്യാമറാസ് അണ്ടർ 1,00,000 rupees, അത് 1,00,000 താഴെയുള്ള നല്ലൊരു 5 ക്യാമറകൾ ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. പിന്നെ ഈ വീഡിയോയിൽ ഭയങ്കര ക്യാമറേൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ക്യാമറയിൽ ബേസിക് ആയിട്ടുള്ള മെയിനായിട്ടുള്ള നമ്മളിപ്പോൾ വണ്ടി കാണാൻ പോകുമ്പോൾ നല്ല മുഞ്ചുണ്ടല്ലോ വണ്ടി കാണാൻ, സ്ക്രാച്ച് ഇല്ലല്ലോ, എഞ്ചിൻ നോക്കിയാണല്ലോ അടുത്തോ, അതുപോലെ പറയുന്നുള്ളൂ. അല്ലാണ്ട് വണ്ടീൻ്റെ ചെയിൻ സോക്കറ്റിന് പണിയുണ്ട്, വണ്ടീൻ്റെ പിന്നെ ലോവർ ആമിന് പണിയുണ്ട്, അങ്ങനത്തെ ഉള്ളിലത്തെ കാര്യമൊന്നും പറയുന്നില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ദ ബെസ്റ്റ് 5 ക്യാമറ അണ്ടർ 1,00,000 rupees. അപ്പോൾ ലെറ്റ്സ് തുടങ്ങാം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ 1,00,000 താഴെ എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രൊഫഷണൽ ഒരു ക്യാമറയോ ഒരു സിനിമാലയൻ ക്യാമറയൊന്നും ആരും പ്രതീക്ഷിച്ചിട്ട് വാങ്ങാൻ പോകണ്ട. 1,00,000 താഴെ ആകുമ്പോൾ അതിൻ്റേതായ സാധനം കിട്ടും. അതും വിചാരിച്ച് തീരെ കുറവൊന്നല്ലേ ഈ പറയുന്നില്ല. മോസ്റ്റ് ഈ 1-2 ക്യാമറാസ് മോസ്റ്റ് അണ്ടർ റേറ്റഡ് ക്യാമറയാണ്. എനിക്ക് തന്നെ പേഴ്സണലി ഭയങ്കര ഇഷ്ടം. ഞാൻ യൂസ് ചെയ്യലുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുക്കലുണ്ട്. അപ്പോൾ നമ്പർ 1 സോണി ZV-E10 Mark II ലേറ്റസ്റ്റ് ഇറങ്ങിയതാണ്. നല്ലൊരു ക്യാമറയാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, നല്ലൊരു സെക്സി ലുക്കാണ്. അതായത് നമുക്ക് കയ്യിലൊക്കെ ഹോൾഡ് ചെയ്യാനുള്ള നല്ല ഭംഗിയാണ്, നല്ല രസമാണ്, നമുക്ക് യൂസ് ചെയ്യാൻ യൂസർ ഫ്രണ്ട്ലി ആണ് മെയിൻലി. ആ ഒരു ചെറിയൊരു സൈസിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ. പിന്നെ ഇതൊരു ഹൈബ്രിഡ് അല്ല, ഇത് മെയിൻലി ഞാനൊരു വീഡിയോഗ്രാഫിക്കനായത് സജസ്റ്റ് ചെയ്യുള്ളൂ. ഫോട്ടോ എടുക്കാൻ പറ്റൂല എന്നല്ല അതിൻ്റെ അർത്ഥം. ഫോട്ടോ അത്യാവശ്യത്തിനെല്ലാം പണി എടുക്കുക, പക്ഷേങ്കിൽ ഒരു ഹൈബ്രിഡ് അല്ല ഇത്. മെയിൻലി വീഡിയോ, നല്ല വ്ളോഗിങ്, നല്ലൊരു ട്രാവൽ വീഡിയോ, പിന്നെ യൂട്യൂബ് വ്ളോഗ്സ് അങ്ങനത്തെ ക്രിയേറ്റേഴ്സൊക്കെ പറ്റിയൊരു ക്യാമറയാണ് ഇത്. എനിക്കൊന്ന് 26 MP ഇതിൻ്റെ സെൻസർ വരുന്നത്. അതുപോലെ തന്നെ 4K റെക്കോർഡിംഗ് ഉണ്ട്. പിന്നെ 1080 120 FPS വരെ റെക്കോർഡ് ചെയ്യുക. 4K നമുക്ക് 60 FPS വരെ കിട്ടുള്ളൂ കേട്ടോ റെക്കോർഡിങ്. അതുപോലെ തന്നെ നമ്മൾ എസ് ലോഗ് ഫോർമാറ്റിലാണ് അതും ഷൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ സ്ലോ മോഷൻ 1080 120 FPS വരെ ഉണ്ട്, അത് നമുക്ക് കിട്ടും. പിന്നെ വേറെന്താണ്, മെയിൻലി നല്ല ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്, പിന്നെ നല്ല കളർ ടോണാണ്. പിന്നെ മെയിൻലി മൊത്തത്തിലൊരു അടിപൊളി ഒരു വീഡിയോ ക്യാമറയാണ് സോണി ZV-E10 Mark II ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങി. Mark I എനിക്കൊന്ന് 24 MP ഉണ്ടായി, ഇതിപ്പോൾ 26 MP അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരും മറക്കണ്ട, നമ്പർ 1 സോണി ZV-E10 Mark II. അപ്പോൾ ഇതിനെത്ര നാട്ടിൽ ഏകദേശം 95,000 rupees ആടയിലാറ്റ വരുന്നത്, വെറും ബോഡി മാത്രം. കിറ്റ് ലെൻസ് ആരും വാങ്ങണ്ടേ, കിറ്റ് ലെൻസ് ഇതിൻ്റെ പുറം വരുന്ന എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. ലെൻസ് നിങ്ങൾ സെപ്പറേറ്റ് വാങ്ങിക്കോളി. പിന്നെ അതെല്ലാമാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ മാർക്കല്ല, സോണി ZV-E10 Mark II ആണ്, Mark I അല്ല, ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങി Mark II. ഓക്കെ. അതുപോലെ തന്നെ നമ്പർ 2 അടുത്തൊരു അടിപൊളി ക്യാമറയാണ് സോണി A6400, സോണി ആൽഫ A6400. ഇതൊരു അണ്ടർ റേറ്റഡ് ക്യാമറ എന്ന് തന്നെ പറയാം. ഈ സോണി ZV-E10 Mark II ഈ സോണി 6400 ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല കളർ ടോണിൻ്റെ അന്നേരം ആൾക്കാർക്ക് തോന്നും, അല്ല എൻ്റെ അടുക്കുള്ള പിന്നെ M4 ഇത്ര പോരല്ലോ അങ്ങനെ തോന്നിപ്പോവും. കാരണം നല്ലൊരു കളർ ടോണാണ് ഇത്. നല്ല ലോഗോയിൽ എടുത്തിട്ട് നമുക്ക് നല്ല ഡീറ്റെയിലിങ് കിട്ടും. പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് 4K പിന്നെ 30 FPS നമുക്ക് 4K ഷൂട്ട് ചെയ്യാൻ പറ്റും. ബാക്കി 1080 ഒക്കെ നമുക്ക് 16 അതൊക്കെ അടിക്കാം. പിന്നെ അതുപോലെ തന്നെ S-Log ഉണ്ട്, S-Log 2 S-Log 3 ഫോർമാറ്റ് ലോഗിൽ എടുക്കാം നമുക്ക്. പിന്നെ ഇത് 8-bit ആണ് വരുന്നത്, 8-bit ഉള്ളൂ. നമ്മൾ ZV-E10 10-bit ഉണ്ട്, ബട്ട് ഇത് 8-bit ആണുള്ളത്. അപ്പോൾ നമ്മൾ ലോഗിലെടുക്കുമ്പോൾ 10-bit ആ ഒരു ഇത് ഇല്ലെങ്കിലും പക്ഷേങ്കിൽ സാധനം ഒരു അടിപൊളി ക്യാമറയാണ്.
സോണി ആൽഫ A6400. ഇതും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ഹൈബ്രിഡ് അല്ല. ഇത് വീഡിയോ പർപ്പസിന് മാത്രം എടുത്താൽ മതി. സിമ്പിൾ യൂസാണ്, നല്ല വൃത്തിക്ക് നമുക്ക് യൂസ് ചെയ്യാം. നല്ല കയ്യിലും പിടിച്ചിട്ട് ചെറിയൊരു പോക്കറ്റ് ഷേപ്പ്, അത് പോക്കറ്റ് ഷേപ്പ് എന്നല്ല, നല്ലൊരു ചെറിയ സൈസാണ്, നല്ല ചെസ്കി ഷേപ്പാണ്. അത് നമുക്ക് നല്ല വൃത്തിക്ക് എടുക്കുക. ലൈറ്റ് വെയിറ്റ് അതന്നെ മെയിൻലി. അതുപോലെ തന്നെ ഏതും ഞാൻ പറയും ഇതിൻ്റെ പോലെ കിറ്റ് ലെൻസ് മാക്സിമം എല്ലാവരും ഒഴിവായി. കിറ്റ് ലെൻസ് ഒന്നും ആരും വാങ്ങാൻ നിൽക്കണ്ടേ, അതിൻ്റെ ക്വാളിറ്റി മാത്രം പ്രതീക്ഷിച്ചാൽ മതി. പൈസ അന്നേരം നിങ്ങൾ വിചാരിക്കും ഇത്ര പൈസക്ക് ലെൻസ് കിട്ടില്ലല്ലോ. പക്ഷേ എങ്കിൽ അതിൻ്റെ പ്രശ്നം എന്താ, കുറച്ച് നേരം വിചാരിക്കും പുല്ല് വെറുതെ അന്നേരം കിറ്റ് ലെൻസ് വാങ്ങി, അതിൻ്റെ അപ്പുറം കുറച്ച് പൈസയും കൂടി കൂട്ടിയിട്ട് 35-1.4 ആയിട്ട് എടുത്താൽ മതി. അതുകൊണ്ട് കിറ്റ് ലെൻസ് ആരും വേണ്ട. കിറ്റ് ലെൻസിന് പകരം വെറും ബോഡി മാത്രം എടുക്കുക. ബോഡി മാത്രമാണെങ്കിൽ എനിക്കൊന്ന് വെറും 10,000-85,000 റുപ്യ ഇതിനുള്ളൂ പിന്നെ നാട്ടിൽ. അപ്പോൾ മറക്കണ്ട. നമ്പർ 2 സോണി ആൽഫ A6000. അപ്പം മറക്കണ്ട, നമ്പർ 2 സോണി ആൽഫ A6400. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്യാമറയാണ്, അതായത് തേർഡ് ക്യാമറ, ദ ബെസ്റ്റ് 5 under 1 lakhിലെ തേർഡ് ക്യാമറ, കനോൺ EOS R50. കനോൺ എന്നും പറയുന്നുണ്ട് ചില ആൾക്കാർ, കനൻ എന്നും പറയും ചില ആൾക്കാർ, കനാൻ എന്നും പറയും ചില ആൾക്കാർ. നമ്മൾ കനോൻ എന്ന് പറയില്ല, നമ്മൾ പണ്ട് മുതലേ കനോൻ നമ്മൾ നാട്ടിലെ വെഡ്ഡിങ് എടുക്കുന്ന സമയത്ത് പിന്നെ നമ്മളെ വീഡിയോ ലെൻസിൻ്റെ ആളെ പേരുന്നതിനും ഒന്നെങ്കിലും ആട്ടെ, മൂപ്പര എടുക്കുമ്പോൾ നമ്മൾ കനോൻ്റെ ക്യാമറ എടുക്കില്ലേ. പണ്ട് നമുക്ക് ഇതെല്ലാം അറിയാവും, വേറൊന്നും അറിയില്ലല്ലോ. കനോനെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയണ്ട, നല്ല സ്കിൻ ടോൺ ആണ്, എല്ലാമാണ്. പിന്നെ ഇത് ഹൈബ്രിഡാണ് കേട്ടോ, നിങ്ങൾക്ക് നല്ല വൃത്തിക്കുള്ള ഫോട്ടോയും കിട്ടും, വീഡിയോ കുഴപ്പമില്ല. കാനോൻ അറിയാമല്ലോ നിങ്ങൾക്ക്. സോണി വീഡിയോ ക്യാനപ്പം സോണി തന്നെയാണ് പറയും നല്ലത്. കനോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്കിൻ ടോൺ ആയിരിക്കും, നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു ഡിസ്പ്ലേയിൽ കാണുമ്പോൾ, എടുത്ത പാട് കാണുമ്പോൾ നല്ല വൃത്തിക്ക് ഒരു ഫിൽറ്ററിലിട്ട മാതിരി ഉണ്ടാവും. പക്ഷേ എങ്കിൽ ഡീറ്റെയിൽ അതെനിക്ക് സോണി എന്നെ ഇഷ്ടം. ഇതിൽ 4K 30 FPS വരെ പറ്റുള്ളൂ, ഫുൾ HD 120 FPS വരെ എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇനി ലോഗൊന്നും ഇല്ല, എന്നാണല്ലേ ഇല്ല. അപ്പോൾ ഇതിനാകെ റേറ്റ് 65,000, 65,000, 70,000 ആ റേഞ്ചിലുള്ള 80,000 റേഞ്ചായിട്ടോ. എല്ലാം അണ്ടർ ഇത് തന്നെയാണ്, 1 lakh തന്നെയാണ്. ഞാൻ ഇതിപ്പോൾ ഓടിച്ച് പറയുന്നതേ ഉള്ളൂ. ഇത് ഫുള്ളെല്ലാം കറക്റ്റ് വാല്യൂ പ്രൈസ് റേഞ്ചൊന്നും ആയിക്കണമെന്നില്ല. നിങ്ങളൊന്നും ഞാൻ ജസ്റ്റ് പേരിങ്ങനെ പറയുക, നിങ്ങളതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വേറെ സിംഗിളായിട്ട് നോക്കും. ആ ഡീറ്റെയിൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ വീഡിയോ ആയിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് സംഭവം. ഇത് ഹൈബ്രിഡാണ്, ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, രണ്ടും എടുക്കുക. കനോൺ EOS R50. പിന്നെ അതാണ് നമ്മളെ മൂന്നാമത്തെ ക്യാമറ, ദ ബെസ്റ്റ് ക്യാമറ അണ്ടർ 1 lakh rupees. അപ്പോൾ നമ്മളെ നാലാമത്തെ ക്യാമറയിലേക്ക് പോകുന്നത് ഇതാണ്, ഫുജി ഫിലിമിൻ്റെ S10, അതായത് എക്സ് വേരിയൻറ്റിലെ S10. പിന്നെ ഇതിനെപ്പറ്റി ഫുജി ഫിലിം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുജി ഫിലിമിൻ്റെയൊക്കെ ഏറ്റവും ഇഷ്ടം നല്ല കളർ ടോണാണ്. അത് ഇമേജസ് ആയിക്കോട്ടെ, വീഡിയോസ് ആയിക്കോട്ടെ, നല്ല കളർ ടോൺ ഇവർ. ഇത് ഏകദേശം 26 MP സെൻസറാണ് വരുന്നത്. ഇമേജ് സ്റ്റെബിലൈസേഷൻ അതിൽ തന്നെ ഉണ്ട്. ലോഗ്, അതായത് ഫുജി ഫിലിമിൻ്റെ തന്നെ എഫ് ലോഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലോഗ് ഫോർമാറ്റും ഉണ്ട്. വീഡിയോ 4K 30 FPS വരെ എടുക്കാം മാക്സിമം. 1080 അതായത് 1080യിൽ പിന്നെ നമുക്ക് 120 FPS വരെ എടുക്കാം. വിത്തൗട്ട് ക്രോപ്പാണ് 4K 30 എടുക്കാൻ പറ്റുന്നത്. പിന്നെ ഹൈബ്രിഡായിട്ട് ഫോട്ടോ എടുക്കുക, നമുക്ക് വീഡിയോ എടുക്കുക, രണ്ടും എടുക്കുക. പിന്നെ ഇൻബിൽട്ട് ഫ്ലാഷ് വരുന്നുണ്ട് ചെറിയ. പിന്നെ നല്ല ലുക്ക് ഇത് കാണാം, സിൽവർ കളർ. ഫുജി ഫിലിമിൻ്റെ നല്ലൊരു മൊഞ്ചുള്ള ക്യാമറയാണ്, നല്ല രസമാണ് കാണാൻ ഫുജി ഫിലിമിൻ്റെ ക്യാമറ. അപ്പോൾ റേറ്റ് വരുന്നത് ഇത്ര 80,000-90,000 ഇടയിൽ, 80,000-90,000 ഇടയിലാണ് നാട്ടിൽ റേറ്റ് വരുന്നത് ഫുജി ഫിലിം S10. പിന്നെ അപ്പോൾ ഇതാണ് നമ്മൾ നാലാമത്തെ ക്യാമറ, ഫുജി ഫിലിം S10. അപ്പോൾ സോണീൻ്റെ 2 ക്യാമറയായി, കനൻ്റെ 1 ക്യാമറയായി, ഇപ്പോൾ ഫുജി ഫിലിമിൻ്റെ വേറെ ക്യാമറയായി. അപ്പോൾ ദ ലാസ്റ്റ് ക്യാമറ, ദ 5th ബെസ്റ്റ് ക്യാമറ അണ്ടർ 1 lakh rupees. ഇതാണ് നൈക്കൺ Z30. നൈക്കൺ എന്നും പറയും, നിക്കൺ എന്നും പറയും, ഇങ്ങനെ കുറേ പറയും ഓരോരുത്തർ. നൈക്കൺ Z30, അതായത് ഇത് 21 മെഗാപിക്സലാണ് ക്യാമറ സെൻസർ വരുന്നത്. പിന്നെ ലോക്ക് ഫോർമാറ്റൊന്നും സപ്പോർട്ട് ചെയ്യില്ല, ലോക്ക് ഫോർമാറ്റൊന്നും ഇല്ല. പിന്നെ ഹൈബ്രിഡാണ്, ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. പിന്നെ 4K 30 FPS നമുക്ക് വിത്തൗട്ട് ക്രോപ്പിൽ ക്ലിപ്സ് കിട്ടും. പിന്നെ മറ്റേതെല്ലാം പറഞ്ഞ പോലെ തന്നെ, മറ്റേത് മീൻസ് ലാസ്റ്റ് പറഞ്ഞ കനൻ്റെ പറഞ്ഞ ഫുജി ഫിലിമിൻ്റെ എല്ലാം പോലെ തന്നെ. പിന്നെ ലോക്ക് ഫോർമാറ്റ് ഇല്ല, ലോക്ക് ഫോർമാറ്റ് സപ്പോർട്ട് ചെയ്യില്ല, ഹൈബ്രിഡാണ്, ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അത് പറഞ്ഞ്. പിന്നെ ഇതിനെപ്പറ്റി എന്താ പറയണ്ടേ, മെയിനായിട്ട് ഞാനിത് പറയുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആൻഡ് ബിഗിനേഴ്സ് ക്യാമറയാണ്. ഇനി ഇത് ഞാനിത് കാലാകാലം ഉപയോഗിച്ച് നടന്നിട്ട് പറയുന്ന ഇതൊന്നല്ല.
ഇത് ഉപയോഗിച്ച ആൾ പറഞ്ഞതും പിന്നെ ഇത് കമ്പനി പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ബെസ്റ്റ് 5 ക്യാമറ അണ്ടർ 1 lakh. അപ്പോൾ ഏകദേശം ദ ബെസ്റ്റ് 5 ക്യാമറ അണ്ടർ 1 lakh പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് വണ്ണ് സോണി ZV-E10 Mark II. ഓക്കെ, Mark II ആണ്. സെക്കൻഡ് വണ്ണ് സോണി ആൽഫ A6400. ഓക്കെ, A6400. ഇത് രണ്ടും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു. ഇത് രണ്ടും ഒരു അണ്ടർ റേറ്റഡ് ക്യാമറ, അടിപൊളി ക്യാമറയാണ്. അതുപോലെ തന്നെ തേർഡ് വണ്ണ് കനോൺ EOS R50. ഫോർത്ത് വണ്ണ് ഫുജി ഫിലിം X-S10. ഫിഫ്ത്ത് വണ്ണ് നിക്കൺ Z30 ആണ് ഫിഫ്ത്ത് വണ്ണ്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രൊഫഷണൽ ക്യാമറ എന്നല്ല പറയുന്നത്, ബിഗിനേഴ്സ് ഫ്രണ്ട്ലി, ബഡ്ജറ്റ് ഫ്രണ്ട്ലി, ബട്ട് യൂസർ ഫ്രണ്ട്ലി, ഓൾസോ പൈസക്ക് വസൂലായിട്ടുള്ള ക്യാമറ, അതായത് ആ പൈസക്കുള്ള സാധനം തരുന്ന ക്യാമറ. ഈ ഫസ്റ്റ് പറഞ്ഞ രണ്ടെണ്ണം അതൊക്കെ മുകളിൽ തരുന്നുണ്ട്. ഈ സോണിയുടെ ZV പിന്നെ 10 Mark II, പിന്നെ അതുപോലെ തന്നെ സോണിയുടെ ആൽഫ 6400. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൽ 5 എൻ്റെ ഫേവറേറ്റ്. ബാക്കി 3 ഞാൻ ചെറുങ്ങി യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഫസ്റ്റ് പറഞ്ഞ രണ്ടെണ്ണം ഞാൻ നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ക്യാമറയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോൻ്റെ വിശേഷം. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടണമെന്നില്ല. ഈ ക്യാമറ ഉപകാരപ്പെടുന്ന ആൾക്ക് മാത്രം ഇത് അയച്ചു കൊടുത്താൽ മതി. പിന്നെ അപ്പോൾ എല്ലാവരും ഒന്നും കൂടിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം മോണിറ്റൈസേഷൻ ഒന്നും ഓണായിട്ടില്ലേ. ഇത് ഓണാണെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് പോലും ചെയ്യാറില്ല. പിന്നെ 3000 വാച്ച് ഹവേഴ്സ് എല്ലാം ആണ്. അപ്പോൾ അതിലൊന്ന് പെട്ടെന്ന് എത്താൻ നിങ്ങളെല്ലാവരും സഹായിച്ചാൽ നമുക്ക് അതാക്കി ഇതാക്കാം. അപ്പോൾ ശരി, എന്നാൽ ബൈ.